ആ ഈ കാണുന്ന കേട്ടോ പുക നോക്കി വണ്ടിയുടെ ആയത് കണ്ടീഷനാണ് കേട്ടോ. പുക ഭയങ്കര പുകയായിരുന്നു. ഈ മര പുകയുള്ള വണ്ടിയായിരുന്നു. അതിൻ്റെ മൊത്തം അതിൻ്റെ വർക്ക് ഫ്രണ്ടിലത്തെ വർക്ക് എന്ന് പറയാനായിട്ട് ടർബോ ക്ലീൻ ചെയ്ത്, ടർബോ ഇൻ്റർകൂളറും ടർബോയും ക്ലീൻ ചെയ്ത് ഫുള്ള് അഴിച്ച് കരി മൊത്തം സർവീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി വെള്ളം അടിച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ആണ് ഈ കാണാൻ ടർബോ ഇതാണ്ടാ എൻ്റെ ഉള്ളിലിങ്ങനെ അത് അഴിച്ചിട്ട് പിടിപ്പിച്ചാണ് ഉണ്ടാവുന്നത്. അഴിച്ച് ക്ലീൻ ചെയ്തിട്ടാണ് അത് ഫിറ്റ് ചെയ്തിരിക്കണം. ആണോ നല്ല കരി ഉണ്ടായിരുന്നു അഴുക്കും. ഇതിൻ്റെ ഈ റേഡിയേറ്ററും മോശമായിരുന്നു, അകത്തൊക്കെ അഴുക്കുണ്ടായത്. ഇത് ഈ കണ്ണാണ് മറ്റേ ഇൻ്റർകൂളർ എന്ന് പറഞ്ഞ സംഭവം. ഇത് ക്ലീൻ ചെയ്തിട്ടാണ് ഫുള്ള് ക്ലീൻ ചെയ്ത് ആണ്. റേഡിയേറ്ററിൽ നല്ലോണം അഴുക്കുണ്ടായി. റേഡിയേറ്റർ ഊരിയിട്ട് അത് സൈഡൊക്കെ അഴിച്ച് പീസാക്കിയിട്ടാണ് അത് ക്ലീൻ ചെയ്തത്. ഫുള്ള് അഴുക്കൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് രണ്ടാമത് ഫിറ്റ് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. സൈഡിലൊക്കെ കുറച്ച് ചെറിയ ഇതൊക്കെ ഉണ്ടായിരുന്നു. മൊത്തം നല്ല അഴുക്കുണ്ടായിരുന്നു ഫുള്ള്. അതൊക്കെ ക്ലീൻ ചെയ്ത് ആണ്. പിന്നെ അതിൻ്റെ ഈ എയർ ഫിൽറ്റർ, അതിനൊപ്പം തന്നെ എയർ ഫിൽറ്ററൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ക്ലീൻ ചെയ്ത്. അതിൻ്റെ വീലിലൊരു സൗണ്ട് ഉണ്ടെങ്കിൽ വീലും റൈറ്റ് സൈഡിൽ വീല് ചെറിയൊരു സൗണ്ട് ആണ് കാണിക്കണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി അഴിച്ച് അതൊന്ന് ചെക്ക് ചെയ്ത് കണ്ടില്ലേ ഉള്ള ഈ ഭാഗം ക്ലീൻ ചെയ്യുക. അത് അഴിച്ചാണത് ഫുൾ. ആ ഭാഗത്തൊക്കെ കഴിച്ചു. സൗണ്ട് ചെറിയൊരു സൗണ്ട് ഉണ്ടായിരുന്നു. അത് വേറെ പ്രശ്നമൊന്നുമില്ല, ടയറിൻ്റെ എന്തോ പ്രശ്നമാണെന്ന് പറഞ്ഞു. ഇതാണ് ഇത് സൈലൻസർ കൊണ്ട് ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. ഇതേ അതിന് വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളി നല്ല കരി ഉണ്ടായിരുന്നു. അത് ഫുള്ള് കളഞ്ഞിട്ട് രണ്ടാമത് വെൽഡ് ചെയ്ത് കാർബണൊക്കെ കളഞ്ഞ് വെൽഡ് ചെയ്ത് സെറ്റപ്പ് ചെയ്തെടുക്കണം വണ്ടിയുടെ. അപ്പോൾ ആ ഭാഗം മൊത്തം ക്ലിയർ ചെയ്യണം. പുകയില്ല ഇപ്പോൾ. നല്ല നല്ല കട്ട പുകയുണ്ടല്ലോ. പുകയില്ല. നല്ല ഒരുവിധം റേസിങ്ങിലാണ് പുകയില്ല. നല്ല പക്ക ക്ലിയറായി. നല്ല ഞാൻ ഇത് വേറെ വണ്ടിയാണ് കേട്ടോ. ഇതാ തൊട്ടടുത്തൊരു വണ്ടിയാണ്. വെറുതെ ഇങ്ങനെ വീട്ടിൽ എടുത്താണ് ലീഫാക്കിയേക്കണാണിത്. ഇതിൻ്റെ സ്പ്രിങ് കണ്ട ഫ്രണ്ടില്ല, ഓഫ് റോഡ് ഓടിക്കുന്ന വണ്ടിയാണിത് കണ്ട. അതിൻ്റെ ഫ്രണ്ട് കണ്ട് ലീഫ് അടിച്ച് വെച്ചേക്കെ. മറ്റേ പോയിൽ സ്പ്രിങ് ഫ്രണ്ടിലില്ല, മാറ്റിയിട്ട് ഇതാണിത്. ഈ പറിച്ചൊക്കെ രണ്ടാമത് ഉണ്ടാക്കിക്കണം. ഏറ്റവും അവിടെ ചെയ്താണ്ടാ ഇത് നേരത്തെ ചെയ്താണെന്ന് തോന്നുന്നു. ഈ ഫ്രണ്ടിലാണ്ട പുതിയ പറിച്ച് വെച്ചിട്ട് ഈ ലീഫൊക്കെ അടിച്ച് ഓഫ് റോഡ് ഓടിക്കാനായിട്ട് ചെയ്താണ് കേട്ടോ. ഇതാണ് ടയർ നോക്കി. ടയറോ എം ടി ടയർ ഇട്ടേക്കേണ്ട. 15 ഇഞ്ച് ടയറാണ് എം ടി ടയർ ചെയ്യണം. നല്ല ഹൈറ്റ് ഉണ്ട് ഒരു വണ്ടി, ഓഫ് റോഡ് ഓടിക്കുന്ന വണ്ടി. തൊട്ടടുത്ത് വേറെ വണ്ടിയുടെ ആളാരെന്ന് അറിയില്ല, കണ്ടില്ല. അവിടെ അടുത്ത് തൊട്ട് സൈഡിലിട്ട് വേറെ വണ്ടി സെയിം ടൈമിൽ തന്നെ അത് റിപ്പയറിങ് ഉണ്ടായി. ഞാൻ കണ്ടപ്പോൾ നല്ല കാണിക്കാമല്ലോ എന്ന് വെച്ചെടുക്കാം. കണ്ട ബാക്കിലെ ടയറും നല്ല ലുക്കുണ്ട്. ഹൈറ്റ് നല്ല ഹൈറ്റ് ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. നമ്മൾ 16 ഇഞ്ച് ടയറാന്ന് വെച്ചാൽ പക്ഷേ ഇത് ടയർ തന്നെയാണ്, എം ടി ടയർ. നല്ല ഭംഗി. സെയിം തന്നെയാണ് DI അല്ല SZ പ്ലസ് ആണോ? ഓക്കെ. മറ്റേ വണ്ടി കംപ്ലീറ്റ് പണി കഴിഞ്ഞ് ഓടിച്ചു നോക്കിട്ടോ. നല്ല സൈഡിൽ നല്ല പവർ.